ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായുമലിനീകരണം, ജലമലിനീകരണം, ഗൃഹോപകരണങ്ങളിലെ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പലർക്കും അറിയാം. എന്നാൽ പാചകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളും നമ്മുടെ ശരീരത്തെ മലിനമാക്കുമെന്ന് അടുത്തിടെ നടന്ന ചില പഠനങ്ങൾ പറയുന്നു. എങ്ങനെയാണ് നമ്മൾ കാലങ്ങളായി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപകടകരം ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ. പല നിലവാരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ലഭ്യമാകും. സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം നിർമ്മിക്കുന്നത് ഉപയോഗശൂന്യമായ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ലോഹസങ്കരം ഉപയോഗിച്ചാണ്. കടകളിൽ വിൽക്കുന്ന മിക്ക സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും ഉപ്പും ഭക്ഷണപദാർത്ഥങ്ങളിലെ അമ്ലവും ചെല്ലുമ്പോൾ ക്രോം, നിക്കൽ എന്നിവ ഭക്ഷണങ്ങളിലേക്ക് പകരുന്ന സ്വഭാവമുള്ളവയാണ്. വൃത്തിയും ഉറപ്പാക്കാൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ നിലവാരം കൂടിയ സർജിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക. കാസ്റ്റ് അയൺ. ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും സുഷിരമുള്ളത് ഇതിനാണ്. അതിനാൽ ഭക്ഷണത്തിലെ കുഴമ്പുകൾ ഈ സുഷിരങ്ങളിൽ അടിഞ്ഞ് പുളിപ്പുള്ളതായി മാറും. കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ നിന്നും ഇരുമ്പിന്റെ അംശം ലഭിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം. ഫെറസ്, ഫെറിക് അവസ്ഥകളിലാണ് ഇരുമ്പ് ലഭ്യമാകുന്നത് എന്നതാണ് വാസ്തവം. കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ നിന്നുള്ള ഫെറിക് രൂപത്തിലുള്ള ഇരുമ്പ് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഗ്ലാസ് അല്ലെങ്കിൽ ഇനാമൽ പൂശിയ പാത്രം. ഇവയിൽ ചൂടിന്റെ വിതരണം കുറവായിരിക്കും. ഭക്ഷണങ്ങൾ ഒട്ടിപ്പിടിക്കുകയും കരിയുകയും ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന ലെഡ് പ്രത്യുൽപാദനത്തിന് ഹാനികരമാവുകയും പഠന വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ടെഫ്ലോൺ കോട്ടിംഗ്. വര വീഴാനും പൊടിയാനും അടർന്നു പോകാനും സാധ്യതയുണ്ട്. 393 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ ചൂടായ ടെഫ്ലോൺ കറ ഏൽക്കുന്നത് പോളിമർ ഹ്യൂം ഫീവർ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. പനി, ശരീരവേദന, തുമ്മൽ, മനം പിരട്ടൽ, ഇടയ്ക്കിടെയുള്ള ഛർദി എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഫെഡറൽ ഏവിയേഷൻ ഏജൻസി ഒക്യുപേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബുള്ളറ്റിനിൽ പറയുന്നു, നോൺ സ്റ്റിക് ആവരണമുള്ള പാനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന C8 എന്ന രാസവസ്തു ജനന വൈകല്യത്തിനും അർബുദത്തിനും ഉള്ള സാധ്യത ഉയർത്തും. 4 വർഷം വരെ ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം രക്തത്തിലുണ്ടാകും. മുലപ്പാലിലും ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകാം. അലുമിനിയം. വളരെ മൃദുലമായ ലോഹമാണിത്. ഭക്ഷണവും പാത്രവും തമ്മിലുള്ള രാസപ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്യുന്ന എല്ലാ പച്ചക്കറികളും ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. ഇത് ദഹനനീരിനെ നിർജീവമാക്കുകയും ആമാശയത്തിലും കുടലിലും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, ഗ്രേറ്റ് ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി, ബ്രസീൽ എന്നിവിടങ്ങളിൽ അലുമിനിയം പാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. 316TA സ്റ്റെയിൻലെസ് സ്റ്റീൽ. പാചകം ചെയ്യാനുള്ള പാത്രങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും നിലവാരം കൂടിയ ഒന്നാണ് ഇത്. ഇതിൽ സുഷിരങ്ങൾ ഇല്ല. എണ്ണയില്ലാതെ തന്നെ ഇതിൽ പാചകം ചെയ്യാം. സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളെക്കാൾ വേഗത്തിൽ ഇവ വൃത്തിയാക്കാം. ലോഹം കണക്കാക്കുകയാണെങ്കിൽ സ്റ്റോറുകളിൽ വിൽക്കുന്ന മിക്ക പാത്രങ്ങളിലും 18 മുതൽ 10 വരെ ഗ്രേഡ് സ്റ്റീലിൽ ഉള്ളതാണ്. ഈ ഗ്രേഡിലുള്ള ലോഹത്തിന്റെ മൃദുലത കാരണം ചൂടാക്കുമ്പോൾ ഇവ വലിയുകയും ഭക്ഷണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിനാൽ എണ്ണ ഒഴിച്ച് പാചകം ചെയ്യാൻ നിർബന്ധിതരാകും. അതോടെ പാത്രം വൃത്തിയാക്കാൻ കൂടുതൽ വിഷമമാകും. ഇതിനു പുറമെ ഭക്ഷണത്തിൽ സ്വാഭാവികമായി അടങ്ങിയിട്ടുള്ള ആസിഡുകളും ഉപ്പും സാധാരണ പാചകം ചെയ്യുന്ന പ്രതലുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.